നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് അല്ലെങ്കിൽ ദൈവിക സ്വസ്ഥതകളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും? വേദപുസ്തകത്ത് നിന്ന് ഏതാനും ചില തെളിവുകളെ നിരത്തിക്കൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വസ്ഥതയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു എന്നതിന് ചില അടയാളങ്ങൾ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാനാണ് ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നത്. തൻ്റെ ഹോൾ സ്പിരിറ്റിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യോശുവയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം വളരെ പരിചിതമുള്ള ഒരു അധ്യായമാണ്. ഇസ്രായേൽ ജനം യോർദാൻ വിഭാഗിച്ച് അവിടെ വാഗ്ദത്ത ഭൂമിയായിരിക്കുന്ന കനാനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ അതിരാണ് അല്ലെങ്കിൽ ആദ്യത്തെ സ്ഥലമാണ് ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലം. ഗിൽഗാലിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമുക്ക് വേദപുസ്തകത്ത് നിന്ന് കാണാനായിട്ട് കഴിയുകയാണ്. ഇസ്രായേല്യർ യോർദാൻ വിഭാഗിച്ച് ആദ്യം പ്രവേശിക്കുന്ന ഈ ഭൂമിയിൽ, ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ആ വാഗ്ദത്ത ഭൂമിയിൽ അവർ പ്രവേശിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഏതാനും ചില സവിശേഷതകൾ, ഏതാനും ചില പ്രത്യേകതകൾ നമ്മുടെ ജീവിതവുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഗിൽഗാലിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. ഗിൽഗാലിൽ ആദ്യം എത്തുമ്പോഴത്തേക്കും അവർ അവിടെ ഒരു മോണിമെൻറ്റ്സ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഒരു ഓർമ്മ അവിടെ അവർ കൊണ്ടുവരികയാണ്. യോർദാൻ വിഭാഗിച്ചാണല്ലോ അവർ ഗിൽഗാലിലേക്ക് പ്രവേശിക്കുന്നത്. ആ വെള്ളം വറ്റിപ്പോയ ഇടത്ത് നിന്ന് 12 കല്ലുകൾ ശേഖരിച്ച് അവിടെ 12 ഗോത്രങ്ങളുടെ സംഖ്യക്കൊത്തവണ്ണം അവരവിടെ ഒരു യാഗപീഠം പണിയുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് യോശുവയുടെ ദൈവം പറയുകയാണ്, വരാനിരിക്കുന്ന തലമുറ ഇത് എന്തെന്ന് നിങ്ങളോട് ചോദിക്കും, അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ദൈവം യോർദാനെ വിഭാഗിച്ച്, യോർദാനെ വറ്റിച്ച് ദൈവം ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുന്നതിന് ഒരു അടയാളമാണ് ഇത് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് യോശുവയുടെ ദൈവം ആവശ്യപ്പെടുകയാണ്. നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു അടയാളം, ഒരു കല്ല് ശേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടെ പറയുന്നു, നിങ്ങളുടെ വാഗ്ദത്തം ആരംഭിച്ചിരിക്കുകയാണ്. ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ആ പ്രോമിസിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചില ഓർമ്മപ്പെടുത്തലുകൾ എപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും എന്തോ ചിലത് ദൈവം ചെയ്തതിൻ്റെ ഒരു അടയാളമായി നിങ്ങളുടെ കൺവെട്ടത്ത് കാണുന്നുണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ നിങ്ങളുടെ വാഗ്ദത്തം ആരംഭിച്ചതിൻ്റെ ഒരു അടയാളമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഗിൽഗാലിൽ വെച്ചിട്ടാണ് ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയ അവിടെ നടക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇസ്രായേലിയരായിട്ട് വേർതിരിച്ച് നിർത്തുന്നത് അവരുടെ പരിച്ഛേദന കർമ്മമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ വാഗ്ദത്ത ഭൂമിയായിരിക്കുന്ന കനാലിലേക്ക് അഥവാ ഗിൽഗാലിൽ എത്തുന്നത് വരെ 40 വർഷമാണ്. ആ 40 വർഷത്തിനിടയിൽ ജനിച്ച ഒറ്റ ആൺ തലമുറ പോലും പരിച്ഛേദന ഏറ്റിരുന്നില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവിടെ വെച്ച് ഒരു കൂട്ട പരിച്ഛേദന നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അഥവാ ഒരു ശുദ്ധീകരണ പ്രക്രിയ ദൈവം അവരോട് പറഞ്ഞിരുന്ന അവരുടെ ശുദ്ധീകരണ നടപടി അവിടെ ആരംഭിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അസാധാരണമായിരിക്കുന്ന ഒരു ശുദ്ധീകരണത്തിലേക്കും ദൈവിക സമർപ്പണത്തിലേക്കും നമ്മൾ മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവിക വാഗ്ദത്തം നമ്മളിൽ ആരംഭിച്ചതിൻ്റെ ഒരു അടയാളമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഇന്നലെ വരെ ഇല്ലാത്ത ഒരു ഡെഡിക്കേഷൻ, ഇന്നലെ വരെ ഇല്ലാത്ത ഒരു പ്രത്യേകമായിരിക്കുന്ന ദൈവിക അനുഭൂതി, ദൈവിക അനുഭവങ്ങളിലേക്ക് മാറുക, അത് കുറച്ചുകൂടി വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ, കുറച്ചുകൂടി പ്രാർത്ഥനാപൂർവം ദൈവത്തിങ്കിലേക്ക് വരാൻ, കുറച്ചുകൂടി ദൈവാശ്രയമുളവാകുക എന്ന ഇത്യാദി കാര്യങ്ങളൊക്കെ അസാധാരണമായിരിക്കുന്ന ഒരു വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രത്യേകമായിരിക്കുന്ന അടയാളമായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശുദ്ധീകരണമാണ്. മൂന്നാമത്തേത്, ആ ഗിൽഗാലിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത, അവർ ശുദ്ധീകരണത്തിന് തയ്യാറായപ്പോൾ അന്ന് വരെ അവരുടെ ജീവിതത്തിനിടയിലുണ്ടായിരുന്ന, അന്ന് വരെ അവർ ചുമന്നിരുന്ന നിന്ദകളെ ദൈവം ഉരുട്ടിക്കളയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് അവിടെ ഒരു പദം രേഖപ്പെടുത്തിയിരിക്കുന്നു, മിസ്രൈമിൻ്റെ നിന്ന ദൈവം ഉരുട്ടി എന്നുള്ളതാണ്. എന്താ മിസ്രൈമിൻ്റെ നിന്ന എന്ന് പറയുന്നത്? അവർ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ മുതൽ മിസ്രൈമ്യർ അവരെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അവർ മരുഭൂമിയിൽ വലയുകയാണ്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ 12 ദിവസം കൊണ്ട് കനാൻ ദേശത്തെത്താൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ പരമാവധി 20 ദിവസം. എന്നാൽ അവർ 40 വർഷം മരുഭൂമിയിൽ വലയുകയാണ്. ഇത് മിസ്രൈമ്യർ പറയുന്ന ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇസ്രായേലിയർക്ക് നേരെ
ദൈവജനത്തിന് നേരെ അവരുടെ ശത്രുക്കൾ നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, അവർ വലയുകയാണ്. ദൈവം യോശുവയോട് പറയുകയാണ്, അങ്ങനെ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളോട് നിങ്ങളെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്ന ആ നിന്ദയെ ഞാൻ ഉരുട്ടിക്കളയുകയാണ്. ദൈവിക വാഗ്ദത്തത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു എന്നതിൻ്റെ മൂന്നാമത്തെ ഒരു സൂചന അതാണ്. ഇന്നലെ വരെ ശത്രു നമ്മളെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും സ്റ്റോപ്പാകുന്നത്, സീസ് ചെയ്യപ്പെടുന്നത്, നിർത്തൽ ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് ആ വിഷയം നിങ്ങളെക്കുറിച്ച് അവർ പറയുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത്. മിസ്രൈമ്യരുടെ നിന്നയെ ദൈവം ഉരുട്ടിക്കളയും. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന നിയോഗത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം ചില നിന്ദകളെ ഉരുട്ടിക്കളയട്ടെ. ജീവിതത്തിൽ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ആ അപമാനങ്ങളെ, ശത്രു നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തുടർമാനമായിരിക്കുന്ന വർത്തമാനങ്ങളെ, ആവർത്തിച്ച് നിങ്ങളുടെ കാതിൽ നിങ്ങൾ കേൾക്കുന്ന ആ മോശം വാക്കുകൾ, ശത്രു നിങ്ങളെക്കുറിച്ച് പറയുന്ന അപകീർത്തിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ, നിങ്ങൾക്ക് നേരെ കിടക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ കിടക്കുന്ന, നിങ്ങളുടെ തലമേൽ കിടക്കുന്ന ആ അപകീർത്തികളുടെ വർത്തമാനങ്ങളെ, ശത്രു ആവർത്തിച്ച് നിങ്ങളെക്കുറിച്ച് പറയുന്ന ഏതോ ചില സ്റ്റേറ്റ്മെൻറ്റുകളെ ദൈവം ഈ ദൈവവചനത്തിൻ്റെ കേൾവിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ദൈവിക വാഗ്ദത്തത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ആ പ്രോമിസ് ലാൻഡിൽ, ആ സ്വസ്ഥതയിൽ നിങ്ങൾ എത്തുന്നു എന്നതിൻ്റെ മൂന്നാമത്തെ അടയാളം, കണ്ടിന്യൂസ് ആയിട്ട് പിശാച് പറഞ്ഞുകൊണ്ടിരുന്ന, ശത്രുക്കൾ നിങ്ങളെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്ന ചില വർത്തമാനങ്ങൾ അത് അവസാനിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങൾ വാഗ്ദത്തത്തിലേക്ക് കാൽ വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഗിൽഗാലിൽ വെച്ചിട്ടാണ് അവർ ദേശത്തിൻ്റെ നന്മകളെ അനുഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം, മരുഭൂമിയിൽ ഇസ്രായേലിയർ ചെങ്കടൽ കടക്കുന്നത് മുതൽ യോർദാൻ വിഭാഗിച്ച് ഗിൽഗാലിൽ പ്രവേശിക്കുന്നത് വരെ അവർക്ക് 40 വർഷം തുടർമാനമായി മന്ന കിട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം പോലും മന്ന അവസാനിച്ചിരുന്നില്ല എന്നാണ് വായിക്കുന്നത്. എന്നാൽ യോശുവയുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ഗിൽഗാലിൽ പ്രവേശിക്കുന്നതോടുകൂടെ ഇസ്രായേലിയർ ആ ദേശത്തിലെ നന്മ അനുഭവിക്കാനായിട്ട് തുടങ്ങി. അവിടുത്തെ കൃഷിഫലം, അവിടുത്തെ ഫലങ്ങൾ അവർ ഭുജിക്കാനായിട്ട് തുടങ്ങി. അവിടെ വായിക്കുന്ന ഏറ്റവും രസകരമായിരിക്കുന്ന വാക്യം, 40 വർഷം കൊണ്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന മന്ന അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അതൊരു ദുഃഖമല്ല, മറിച്ച് ദൈവം അവരെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നതിനെ അടയാളമായി പുതിയ ചില ദൈവിക നന്മകൾ അവർ അനുഭവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങൾ ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത പുതിയ ചില അനുഭവങ്ങളിലൂടെ, ആ നന്മ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അനുഗ്രഹം, മെറ്റീരിയൽ ബ്ലെസ്സിങ് എന്നുള്ളത് മാത്രമല്ല, ആത്മീക നന്മകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളണം, തീർച്ചയായിട്ടും ഒരു വാഗ്ദത്തം നിങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത്. പുതിയ ചില നന്മകൾ അനുഭവിക്കുന്നു, പുതിയ ചില പൊസിഷൻസിലെത്തുന്നു, പുതിയ ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറക്കപ്പെടുന്നു, പുതിയ ചില ശുശ്രൂഷയുടെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു, പുതിയ കൃപാവരങ്ങൾ നിങ്ങൾ കൈയാളുന്നു. ഇതെല്ലാം ദൈവിക വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു, ഗിൽഗാലിൽ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണ്. ഏറ്റവും ഒടുവിലത്തെ രസകരമായിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത്, അവിടെ ഒരു യഹോവയുടെ പ്രത്യക്ഷതയെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. വാസ്തവത്തിൽ യെരിഹോവിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. അതിനു മുമ്പ് കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി ഒരു ദൈവദൂതൻ നിൽക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. വാസ്തവത്തിൽ അത് ദൈവദൂതനല്ല, അവിടെ തിയോഫനി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വസ്തുതയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആരാധന സ്വീകരിക്കാൻ യോഗ്യനായ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അത് ദൈവമല്ലാതെ, കർത്താവല്ലാതെ വേറെ ആരുമല്ല എന്നുള്ളതാണ്. മോശയ്ക്ക് ഹോരേബിൽ വെച്ചുണ്ടായ ഒരു ദർശനം പോലെ ഗിൽഗാലിൽ വെച്ച് ഒരു ദൈവിക പ്രത്യക്ഷത യോശുവയ്ക്ക് ഉണ്ടാകുകയാണ്. തുടർന്നുള്ള മുന്നോട്ടുള്ള യാത്രകളിൽ ഇവനാണ് ഇനി നയിക്കുന്നത്. കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന യഹോവയുടെ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ അവിടെ നിന്നാകുന്നു ഇനി മുന്നോട്ടുള്ള യാത്രകളെ നയിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന ഗിൽഗാലിൽ വെച്ച് യോശുവയ്ക്ക് ലഭിക്കുകയാണ്. നിങ്ങൾക്ക് അത്തരത്തിലൊരു അനുഭവമുണ്ടോ? മുന്നോട്ടുള്ള യാത്രകൾ നയിക്കുന്നത് ഇനി നിങ്ങളല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം യുദ്ധം ചെയ്യാൻ പോകുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഒരു തിയോഫനി വാസ്തവത്തിൽ ദൈവിക വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരടയാളമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സന്തോഷിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ദൈവം പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ.